It's just smiling. Che, please, hello again. Hey. അങ്ങനെ മതി സൂം ചെയ്യട്ടെ. കാണട്ടെ, ഹാക്കേഴ്സ് കാണട്ടെ. നീ എവിടേക്ക് പോകണം? ഈ ടോപ്പിലെ മനസ്സിലായി. നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, സോ ഇന്ന് നമ്മൾ ബ്രൗണി കഴിക്കാൻ പോവാണ്. അഗെയിൻ ആൻഡ് അഗെയിൻ. പക്ഷെ ആഫ്റ്റർ റിയലി ലോങ് ടൈമാണ് കഴിക്കാൻ പോണേ. കുറച്ച് ഗ്യാപ്പ് വന്നില്ലേ? മറ്റേ പാക്കറ്റ് ബ്രൗണി വരുന്നത് അതിപ്പോ കഴിച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷെ അത് ഇഷ്ടമായി. ഫസ്റ്റത്തെ മധുരം കൂടുതലായിരുന്നു, പിന്നെ കറക്റ്റായി. യെസ്, ഇത് വേറെ കാറാണ് ഗൈസ്. ഇത് നമ്മുടെ മച്ചാന്റെ കാറാണ്. ഇങ്ങനെ വിളിക്കുമ്പോ നല്ല ക്ലിയർ ഉണ്ട്. ഞാൻ എത്ര നേരം ഇങ്ങനെ പിടിച്ചപ്പോ ക്ലാരിറ്റി കുറവായത്. ഇത് നല്ല ക്ലാരിറ്റി ഉണ്ട്. ആരുമില്ല ഗൈസ്. ആരുമില്ലാത്ത റോഡ്, ഞങ്ങൾ മാത്രം പലക്ക് പോയാൽ പറ്റാ. അയ്യോ, നമ്മ തന്നെ കാണുന്നത്. മറ്റേ ട്രെയിനിലൊക്കെ നോക്കാതെ ഈ ലൈറ്റ് ഇട്ട് കളഞ്ഞു. എടാ, ഇന്നെല്ലാ സാധനങ്ങളില്ലേ? നീ പേടിക്കണ്ട. അവൻ പേടിച്ച് മാറണേ. ഫേമസ് നിന്നെടുക്കല്ല, തലയുടെ താഴെ എടുക്കണല്ലോ, ഫേസ് കാണിക്കണ്ട. എന്താ ബ്രൗണി? അതെ, ഇതാണ് നല്ലത്, ഇതാണ് നല്ലത്. അടാ, എന്നാ ഇത് രണ്ടെടുത്താ. ബ്രൗണി വിത്ത് ഐസ്ക്രീം രണ്ടെണ്ണം ഇല്ലേ? എക്സാമൊക്കെ കഴിഞ്ഞതിൻ്റെ സെറ്റായ? അന്ന് മുന്നേ വന്നപ്പോ നീ മുതലാളി നല്ല ആളാണെന്നൊക്കെ പറഞ്ഞു. അതാണ് ബ്രൗണി. ഇതിനൊക്കെ ഞങ്ങളൊരു വീഡിയോ ഭയങ്കരമായിട്ട് കയറിപ്പോയി. പക്ഷെ അത് ഭയങ്കര വിവാദമായുള്ള വീഡിയോ ആയിരുന്നു, കളയേണ്ടി വന്നു. ഇതിൻ്റെ അതൊന്നല്ല, ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയതാണ്. എന്നിട്ട് ചെറുതായിട്ടൊരു പാറ്റ കിട്ടി, 2 പാറ്റ. എന്നിട്ട് ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. ഇട്ടിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വൈറലായി, ഫേസ്ബുക്കിൽ വൈറലായ. അത് കഴിഞ്ഞ് അങ്ങനെ ലൈക്ക് റേസിസം പോലെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും തമ്മിലുള്ള അടി. അങ്ങനെ കമൻറ്റ് ചെയ്ത് ഒരു ദിവസം കൊണ്ട് 10 മില്യൺ അടിച്ചു, 1 മില്യൺ അടിച്ചു മറ്റൊരു ദിവസം കൊണ്ട്. എന്നിട്ട് കടക്കാരൻ കരച്ചിലും കഴിഞ്ഞൊക്കെ അവസാനം വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഒരു പക്ഷെ ആ നല്ല ഗ്രോത്തുള്ള ഇതായിരുന്നു. എന്തായാലും കളഞ്ഞു. ഇപ്പൊ 11:30 ആയുണ്ടാവും. കുറച്ച് കൂടുതൽ തുടങ്ങി, വാരി കോരി കിട്ടോ. ഞങ്ങാനും ഈ വീഡിയോ കണ്ട് 10-100 പേര് വന്നാലോ?
ആ അത് മിക്ക ദിവസം പൊളിക്കലും നടക്കുന്നുണ്ട്, വീണ്ടും പണിയുണ്ട്. അവിടെ എനിക്ക് നന്നായിട്ട് കുറച്ച് നന്നായിട്ട് ചൂടാക്കിക്കോ, തിളച്ച് വെന്തണം. കോക്കറി സിറപ്പൊക്കെ ഒഴിച്ച്, പക്ഷെ അത്ര കാര്യം ഉണ്ടായില്ലല്ലേ. ഓൺലൈൻ ഓർഡർ വരാറുണ്ടാ? ഇവിടെ സൊമാറ്റോക്ക് ഉണ്ടാ? ഇതും എവിടെ ഉണ്ടാക്കണേ? ഐസ്ക്രീം ഒക്കെ ഈ ബ്രൗണി ഒക്കെ അവരുടെ വീട്ടിലാണ്. വീട്ടില് ഇത് വേറെ എറണാകുളത്തൊക്കെയാണെങ്കിൽ നല്ല കച്ചവടം ഉണ്ടായാനാ. അവിടെ കണ്ണു മുട്ടിയ ആൾക്കാരാണ്. ഒരുമിച്ചതായില്ലേ? ഞാൻ പണിക്ക് വേണ്ടേ? ഞാൻ പണിക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച ഇവിടെ ഇല്ലാതുള്ളൂ. എൻ്റെ എല്ലാം കൂടുതൽ വെച്ചാലും ഒരു പ്രശ്നമില്ല. എനിക്ക് പിന്നെ തടി കുറവായതുകൊണ്ട് ഇത് കണ്ടിട്ട് നിന്റെ കഴിക്കാൻ വേണ്ടി ആൾക്കാര് വരും. നീ തന്നെ ഉണ്ടാക്കി തരണം എന്താ പറഞ്ഞു. ബ്രൗണി പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. യമ്മി ബ്രൗണി ചാറും. ഇതാണ് സാൻഡ്വിച്ച് ഐസ്ക്രീംസ് നോർത്ത്. സ്ഥലം പറ. കടയുടെ പേര് നോർത്ത്. നോർത്ത് ഫേസ് ദി നോർത്ത്. ദി നോർത്ത് കൊച്ചി. ചറങ്ങര. താടിയില് കാജു. ഷർട്ടുമൊക്കെ ചവിട്ടു ഞാൻ. അയ്യയ്യേ അപ്പി. ഞാൻ ജ്യൂസി ആയിട്ടാണ് കഴിക്കുക. ഇതിൽ ക്യാഷു, ഇതാണ് ബ്രൗണി, ഐസ്ക്രീം ഒക്കെ മിക്സ് ആക്കിയിട്ട് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ എടുക്കും. താടി വീട്ടും. താടി നാളെ മര്യാദക്കായിട്ട് കേട്ടോ. താടി വെച്ചാൽ മേത്താവില്ലേ? മേത്തായി കൊല്ലും ഞാൻ. ഇതിപ്പോ ഇങ്ങനെ എടുത്തിട്ട് ഇച്ച് തടി കുറയ്ക്കണതാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് ഇച്ച് തടി കുറയ്ക്കണേ. സത്യം. എൻ്റെ വീട്ടിലൊരു കുഞ്ഞു കൊച്ചുണ്ട്. ആ കുഞ്ഞു കൊച്ചിൻ്റെ പരിപാടി കണ്ടാ ഐ ലവ് യു ഡിറ്റ. പിന്നെ ഇവിടെ കയ്യിലിട്ട് ലവ്. ആ ഡിറ്റ എന്ന് പറയണ ഭ്രാന്തിയാണ് സുന്ദരിയിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞില്ലടി. സാധാരണ എൻ്റെ ഐസ്ക്രീം അവസാനം കഴിയാറ്. ഇന്ന് എൻ്റെ കഴിഞ്ഞല്ലോ. പക്ഷെ എന്താ പറഞ്ഞാൽ ഒരു രസമുണ്ട്. ഇത് പറഞ്ഞു മേടിക്കാൻ വേണ്ട. നമ്മൾ 1 മണിക്കൂർ കളയും. ആ ചെക്കന് വീട്ടിൽ പോകാനുള്ള കടയ്ക്കറിയാം. പാട്ട് കഴിഞ്ഞ മോളെ ഞാൻ വണ്ടി എടുക്കട്ടെ. അപ്പോൾ ഗുഡ് നൈറ്റ്.